കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെയും ആശാ വർക്കർമാരെയും അധിക്ഷേപിച്ച് CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥിന് ആശമാരുടെ മറുപടി. ഗോപിനാഥ് അപമാനിച്ചത് CITUവിന് ഒപ്പം നിന്ന മുഴുവൻ സ്ത്രീകളെയും കൂടിയാണ്. ആത്മാഭിമാനമുള്ള സ്ത്രീകൾ പ്രസ്ഥാനം വിട്ടിറങ്ങണം. പ്രസ്താവനയെ നിയമപരമായി നേരിടുമെന്നും സമരസമിതി നേതാവ് MA ബിന്ദു. അവരോടൊപ്പം നിൽക്കുന്ന സ്ത്രീകൾ ആലോചിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഇത്തരത്തിൽ സ്ത്രീകളെ അപമാനിച്ച് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന നേതാക്കന്മാരോട് ആ പ്രസ്ഥാനത്തിൽ നിൽക്കണം. ആത്മാഭിമാനമുള്ള സ്ത്രീകൾ അവരെയൊക്കെ വിട്ടിട്ടിറങ്ങണം. നമ്മളെ ഒരു കൊടികെട്ടിയ രാഷ്ട്രീയക്കാരൻ്റെയോ ട്രേഡ് യൂണിയൻ്റെയോ ഒന്നും മേൽവിലാസമില്ലാതെ ജനങ്ങൾ ഒന്നിച്ചാൽ എന്തും നേടിയെടുക്കാൻ കഴിയും. അതാണ് ഇന്നത്തെ ഈ സമീപകാല ഇന്ത്യയുടെ ചരിത്രം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രീയക്കാരൻ്റെയും ലേബലല്ല ഇവിടെ ജനകീയ സമരങ്ങൾ വളർന്നുകൊണ്ട്. സ്ത്രീകൾ ചെയ്യേണ്ടുന്നത്, ആത്മാഭിമാനമുള്ള സ്ത്രീകൾ ചെയ്യേണ്ടുന്നത് ആ പ്രസ്ഥാനം വിട്ടിറങ്ങുക എന്നുള്ളതാണ്. അവരെ കൂടിയല്ലേ അപമാനിച്ചത്, അവരുടെ മുന്നിലെത്തിക്കുക. എന്നിട്ട് പറയുന്നത് എന്താണ്? അയ്യോ, ആ സ്ത്രീകളാരും എന്നോട് വിമർശനം ഉന്നയിച്ചില്ലെന്ന്. ആ സ്ത്രീകളെ വീണ്ടും പരിഹസിക്കുകയാണ് ഇവർ ചെയ്തത്, അപമാനിക്കുകയാണ്. മാനം അപമാനം എന്താണെന്ന് തിരിച്ചറിയാത്ത ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. പ്രശാന്ത് ശങ്കരമംഗലത്ത് വിവരങ്ങൾ നൽകും. പ്രശാന്ത്, കേന്ദ്രമന്ത്രിയെ അപമാനിക്കുന്നു, കൃത്യമായ മറുപടി ആശാ വർക്കർമാർ അതിന് തിരികെ നൽകിയിരിക്കുന്നു. ശക്തമായ മറുപടി, വിശദാംശങ്ങൾ എന്താണ്? വീണ, മഴ നനഞ്ഞുകൊണ്ട് സമരവേദിയിൽ നിൽക്കുന്ന ആശാ വർക്കർമാർക്ക് കുടയും അതോടൊപ്പം തന്നെ റെയിൻകോട്ടുമായി എത്തിയ മന്ത്രിയെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെയാണ് ഇപ്പോൾ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞത്. കഴിഞ്ഞ ദിവസം CITUവിൻ്റെ നേതാവാണ്. ആ CITUവിൻ്റെ നേതാവിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ ഗോപിനാഥൻ്റെ വാക്കുകളാണ് ഈ ഇത്തരത്തിൽ കടുത്ത ഭാഷയിൽ അദ്ദേഹം അപമാനിക്കുന്നത്. ലൈംഗിക ചുവയോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അതിനെതിരെയാണ് ഇപ്പോൾ ഈ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ശക്തമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു. കാരണം CPMൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ CITUവിൻ്റെ ഭാഗത്തു നിന്നും ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല, ഇതിലും തരം താഴ്ന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ ഉണ്ടാകും എന്നും അവർ പറയുന്നു. അതോടൊപ്പം തന്നെ ഇത്തരം അപമാനങ്ങൾ ഒരു സ്ത്രീ സമൂഹത്തെ മാത്രമല്ല, കേവലം ഒരു ആശാ സമൂഹത്തെ മാത്രമല്ല, മുഴുവൻ സ്ത്രീ സമൂഹത്തെയുമാണ് ആക്ഷേപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരം ആളുകളോട്, അതായത് സ്ത്രീ വിരുദ്ധത പറയുന്ന ഇത്തരം ആളുകളുടെ കൂടെ പ്രവർത്തിക്കണമോ വേണ്ടയോ എന്നത് ആ സംഘടനകളിൽ, അതായത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ കൂടെ കൊടിപിടിക്കാൻ ഇറങ്ങുന്ന, സമരം വിളിക്കാൻ ഇറങ്ങുന്ന, മുദ്രാവാക്യം വിളിക്കാൻ ഇറങ്ങുന്ന വനിതകൾ, സ്ത്രീകൾ, അമ്മമാർ അവർ ചിന്തിക്കണമെന്നും ഈ വനിതാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ആശാ വർക്കർമാർ അവർ ആരോപിക്കുന്നു. അതോടൊപ്പം തന്നെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇത്തരം സംഭവങ്ങൾ, അല്ലെങ്കിൽ ഇത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയാവുന്നതല്ല. എന്നാൽ ഇത്തരം സംഭവങ്ങൾ നേരത്തെയും ഈ സമരം തുടങ്ങിയത് മുതൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിലും ശക്തമായൊരു പ്രതിഷേധം രേഖപ്പെടുത്തുന്നതോടൊപ്പം നിയമപരമായി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, അതായത് നിയമപരമായി നേരിടുമെന്നും ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പ്രതിഷേധങ്ങൾ ഉയരുന്നു. അല്പസമയം മുമ്പ് ഈ ആശാ വർക്കർ അസോസിയേഷൻ്റെ സമരവേദിയിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ വന്നു. K. സുരേന്ദ്രൻ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തു. കാരണം കേരളത്തിലെ ഏതെങ്കിലും ഒരു സമൂഹത്തെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ കേരള ജനത ഏതെങ്കിലും ഒരു സമൂഹത്തെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കണമെങ്കിൽ അത് സംസ്ഥാനത്തെ ആശാ വർക്കർമാരാണ്. കാരണം മഹാമാരി സമയത്തടക്കം, കോവിഡ് മഹാമാരി പടർന്നു പിടിക്കുന്ന സമയത്ത് ഓരോ വീടുകളിലും തങ്ങളുടെ ജീവനും മാറ്റിവെച്ചുകൊണ്ട് ഓരോ വീടുകളിലും ചെല്ലുകയും അവർക്ക് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുകയും ആശ്വാസം ചൊരിഞ്ഞുകൊണ്ടെത്തുന്ന ഒരേ ഒരു സമൂഹം, അല്ലെങ്കിൽ അതിൻ്റെ മുൻപന്തിൽ നിന്ന ഒരു സമൂഹമാണ് ആശാപ്രവർത്തകർ എന്ന്. അതുകൊണ്ട് തന്നെ കേരള സമൂഹം ആരെങ്കിലും ഒരാളെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കണമെങ്കിൽ അത് ആശാ വർക്കർമാരെയാണ് എന്ന് ഈ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും പറഞ്ഞു. എന്തായാലും ഗോപിനാഥൻ്റെ പ്രസംഗത്തിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയരുന്നു. അതോടൊപ്പം പ്രതിഷേധങ്ങളും ഉയരുന്നു. എന്തായാലും നിയമപരമായി തന്നെ നേരിടുമെന്ന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷനും അറിയിച്ചിട്ടുണ്ട്. വീണ, ശരി പ്രശാന്ത്.